ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം 5 മിനിറ്റ് ചാർട്ട് ഒന്ന് നോക്കാം. സോ ഇത് ഇന്നലത്തെ ഡേ ലോ ആയിരുന്നു. ഇത് ലാസ്റ്റ് വീക്കിൻ്റെ വീക്ക്ലി ലോ ആയിരുന്നു. സോ നമ്മൾ ഇതിൻ്റെ താഴെയാണ് സെല്ലിംഗ് പൊസിഷൻ പറഞ്ഞിരുന്നത്. ബട്ട് അതിൻ്റെ ഇന്നലത്തെ ഡേ ലോ ക്രോസ് ചെയ്തു. അവിടെ നിന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ട്രേഡ് എടുക്കാൻ നല്ല ട്രേഡായിരുന്നു, കാരണം സ്റ്റോപ്പ് ലോസ് ചെറുതായിരുന്നു. ബട്ട് നെഗറ്റീവ് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ ട്രേഡ് പറയാതിരുന്നത്. സോ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തവർക്ക് നല്ലൊരു പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാരണം ആ സ്റ്റോപ്പ് ലോസ് കിട്ടിയില്ല. കാരണം സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ബട്ട് ഇതൊരു നെഗറ്റീവ് ട്രേഡ് തന്നെ, ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. നമുക്ക് ഇനി 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 150-200 പോയിന്റ്സിന്റെ മൂവ്മെന്റ് ഉണ്ടായിട്ട് പിന്നെ ഒരു വോൾട്ടൈൽ ഉണ്ടായിട്ട് പിന്നെ കുറച്ചും കൂടെ അപ്പിൽ ക്ലോസ് ചെയ്തു. ഹൈലി വോൾട്ടൈൽ ആയിരുന്നു, മുകളിലോട്ട് പോയി തിരിച്ചു വന്ന് മുകളിലോട്ട് പോയി, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജിങ്ങിൽ ഇവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെ തിരിച്ച് ആ ഒരു ബ്രിഡ്ജിങ്ങിൽ ഇവിടെ നിന്ന് പിന്നെ സപ്പോർട്ട് എടുത്തു, മുകളിലോട്ട് പോയി. ഓക്കെ, ഹൈലി വോൾട്ടൈൽ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൊമെന്റം ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി അത്ര വോൾട്ടൈൽ അല്ലായിരുന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബാങ്ക് നിഫ്റ്റി വീക്ക്ലി അതിൻ്റെ താഴെ പോയിട്ടുണ്ടായിരുന്നു. താഴെ പോയിട്ട് ഈ ഒരു സപ്പോർട്ട് സോണിൽ എടുത്ത് അവിടെ നിന്ന് റിവേഴ്സലായി. 5 മിനിറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു കൺഫ്യൂസിങ് ക്യാൻഡിൽ ഉണ്ടായി, അതിൻ്റെ ഡേ ക്രോസ് ചെയ്തിട്ട് താഴോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഷാർപ്പ് റിവേഴ്സലായിരുന്നു. ഷാർപ്പ് റിവേഴ്സൽ അതിന് എൻഡ് ഓഫ് ദി ഡേ ഇവിടെ ഒരു കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട്, നിഫ്റ്റി ആണെങ്കിൽ ഹൈലി കൺസോൾട്ടേഷൻ വോൾട്ടൈലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു പ്യുവർ കൺസോൾട്ടേഷൻ കൈൻഡ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട്, ഡെയിലി ചാർട്ട് ആയാലും ഡെയിലി ചാർട്ട് എടുക്കാം. സോ ഈ ഒരു സെൽ ഓഫിൻ്റെ ഓൾമോസ്റ്റ് അത് അതിൻ്റെ 80% അത് കവർ ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ചാർട്ട് ആണെങ്കിൽ, വീക്ക്ലി ചാർട്ട് നോക്കിയാലും ഇതിൻ്റെ ഒരു 50% മുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു കുറച്ച് ബുള്ളിഷ് പോലെ തോന്നുന്നുണ്ട് കമ്പയർഡ് ടു നിഫ്റ്റി. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലും വലിയൊരു കാര്യമായിട്ടൊരു ചേഞ്ചസ് ഒന്നുമില്ല, നെഗറ്റീവ് തന്നെയാണ്. ചെറിയൊരു കണ്ടിന്യൂഷൻ പോലെ തോന്നുന്നുണ്ട്. ഇവരെ ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞായിരുന്നു, ഒന്നിൽ ഹോൾഡ് ചെയ്യും, ഇല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് വരുമെന്ന്. ഇതിൻ്റെ താഴെ ഇനി ഡെയിലി ഇതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നാളെ അല്ലെങ്കിൽ വെനസ്ഡേ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് 26,600 ആണ്, 24,600 ആണ് അതിൻ്റെ ടാർഗറ്റ്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക. താഴോട്ട് പോവുകയാണെങ്കിൽ നോക്കാം. മുകളിലോട്ടാണെങ്കിൽ വലിയ ട്രേഡൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട, കാരണം നെക്സ്റ്റ് നമുക്ക് 24,400 ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇതുവരെ ചിലപ്പോൾ എത്തിയിട്ട് അവിടെ കൺസോൾട്ടേഷൻ ചാൻസ് ഉണ്ട്. വലിയൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കാം എങ്ങനെയാണെന്ന്. ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ, ബിറ്റ്കോയിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നിട്ട് നെഗറ്റീവ് ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ താഴെ നെഗറ്റീവ് തന്നെ ഓൾറെഡി താഴോട്ട് പോകാനുള്ള ചാൻസാണ് ഹൈലി കാണുന്നത്. അതേപോലെ തന്നെ താഴോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നല്ലൊരു കറക്ഷന്, ഫർദർ നല്ലൊരു കറക്ഷന് ചാൻസ് ഉണ്ട്. ഇത് ഓൾറെഡി ഒത്തിരി നാളായിട്ട് ഈ ഏരിയ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫോൾ ഉണ്ടായി കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേൺ പോലെ. സോ ഇത് താഴോട്ട് വരാനുള്ള ചാൻസാണ് ഹൈലി കാണുന്നത്. വീക്ക്ലി ചാർട്ട് എടുത്താലും, വീക്ക്ലി ചാർട്ടിൽ നമുക്കൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ താഴെയാണെങ്കിൽ ഈ ഏരിയയെല്ലാം ടെസ്റ്റഡ് സോണാണ്. സോ ഇതിൻ്റെ താഴെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ 75 അടുപ്പിച്ചുള്ള, താഴോട്ട് ആണെങ്കിൽ 75 അടുപ്പിച്ചുള്ള ടാർഗറ്റ് കാണുന്നുണ്ട്. നിഫ്റ്റി സിൽവർ ആണെങ്കിൽ, സിൽവർ ഒരു ചെറിയൊരു സെല്ലിങ് കാണുന്നുണ്ട്. ഒരു 118 വരെ പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഒരു നല്ലൊരു സെല്ലിങ് കാണുന്നുണ്ട്. ബട്ട് ഡെയിലി ക്യാൻഡിൽ അത്ര നമുക്കത് അറിയുന്നില്ല. പക്ഷെ നല്ലൊരു 15% അടുപ്പിച്ച ഒരു സെല്ലിങ് സിൽവറിൽ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. ഓക്കെ, സോ നമുക്ക് നല്ലൊരു സെല്ലിങ് ഇതിൽ കാണുന്നുണ്ട് സിൽവറിൽ. ഇവിടെ ഒരു ബെൻഡ് ആയിട്ടില്ല. ബെൻഡ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു ബെൻഡ് ഇവിടുന്ന് ഈ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ഉണ്ടായി, ഫർദർ ഈ ഒരു ക്യാൻഡിലിൽ ഡോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ചെറിയൊരു ബെൻഡിങ് പോലെ നമുക്ക് തോന്നും. അപ്പം നമുക്ക് ട്രേഡ്, അല്ലാണ്ട് നമുക്ക് ഇതിൽ സോർട്ട് ചെയ്യാൻ പറ്റില്ല. 1 ഹവറും കൂടെ നമുക്ക് നോക്കി നോക്കാം, 1 ഹവറിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. 1 ഹവറിൽ ചെറുതായിട്ടൊന്ന് ബെൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 1 ഹവറിൽ 4 ഹവർ നോക്കാം 4 ഹവറിൽ എങ്ങനെയാണെന്ന്. 1 ഹവറിനെക്കാട്ടി 4 ഹവറിൽ കുറച്ചൊരു
ബെൻഡിങ് പോലെ കാണുന്നുണ്ട്. ഒരു സെല്ലിങ് ഇതുപോലെ കാണുന്നു. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ട്രേഡ് എടുക്കുന്നവർക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. കാരണം ഒരു ചെറിയൊരു ബെൻഡിങ് പോലെ കാണുന്നുണ്ട്. ഒരു എം പാറ്റേൺ പോലെ ഫോർമേഷൻ കാണുന്നുണ്ട്. സോ ടാർഗറ്റ് 100 വരെ നിങ്ങൾക്ക്, പക്ഷേ സ്റ്റോപ്പ് ലോസ് വരെ അത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇതിൻ്റെ 107 അല്ലെങ്കിൽ 108, ഇതിൻ്റെ പകുതി 108 ഇത് വെച്ചിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് എടുക്കാം. ടാർഗറ്റ് നിങ്ങൾക്ക് 102 അതിൻ്റെ താഴെ വരെ ഉള്ള ടാർഗറ്റ് നിങ്ങൾക്ക് ചെറിയൊരു ബെൻഡിങ് കാണുന്നുണ്ട് ഇതിൽ. ഓക്കെ, 4 hours ചാർട്ടിൽ. ഓക്കെ, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് അത്ര ഒരു ബെൻഡ് ആയിട്ടില്ല. ഇവിടുന്ന് ഇതിന്റെ താഴെ പോവുകയാണെങ്കിൽ ചെറിയൊരു 5000 ഇതിന് താഴെ പോവുകയാണെങ്കിൽ ചെറിയൊരു ബെൻഡ്. പക്ഷെ ഡെയിലി ചാർട്ട് നോക്കാം. ഡെയിലി ചാർട്ട് എങ്ങനെയാണെന്ന്. ഡെയിലി ചാർട്ടും അത്ര ഒരു സെല്ലിംഗ്, ടോപ്പിംഗ് സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവിടുന്ന് ബുള്ളിഷ് ചാനലായിരുന്നു, അവിടുന്ന് സെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്. സോ ഇതിന്റെ സെല്ലിംഗ് നോക്കാം. 4 hours ചാർട്ട് ആണെങ്കിലും ഒരു ചെറിയൊരു ബെൻഡിങ് പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ താഴോട്ടാണെങ്കിൽ താഴോട്ട് ഒരു ക്യാൻഡിൽ വരാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഇതിലും ഗോൾഡിലും കിട്ടുന്നതാണ്. ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. ഒരു സെക്കൻഡ്, ഞാൻ അത് ഓപ്പൺ ചെയ്തില്ലായിരുന്നു. എല്ലാ ഇൻഡിസസും ഗ്രീൻ ആയിരുന്നു. നിഫ്റ്റി 0.51% ഗ്രീൻ ആയിരുന്നു. അഡിയന്റിന്റെ ഒരു ബൗൺസ് ബാക്ക് ലാസ്റ്റ് ഡേയ്സിലെ 10% ഡൗൺ ആയിരുന്നു. അഡിയന്റെ ആക്സിസ് 5.09, JSWCയിൽ 4.55. കോട്ടക് ബാങ്ക് കുറച്ച് സെല്ലിംഗ് ഉണ്ടായിരുന്നു. മാക്സ് സെല്ലിംഗ് 1.64, ഏഷ്യൻ പെയിന്റ് 2.80 ആൻഡ് MNM 4.25 ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ അഡിയൻ സോൾ 4.59, ഇൻഡസൻസിങ് അഗെയിൻ മൂവിങ് അപ്പ് 3.98, DLF 3.80, ഹുണ്ടായി 3.59 ഡൗൺ ആയിരുന്നു. ഗോദ്രേജ് കൺസ്യൂമർ 5.05, JSW Energy 7.46 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ JSL 8.72, സോണാകോംസ് 7.39, KPR മിൽ 7.32 അപ്പ് ആയിരുന്നു. തെർമാക്സ് 2.77, പോളിസി ബസാർ 3.46, സിനർജിക്ക് ഇതെനിക്കറിയില്ല ഈ സ്റ്റോക്ക്. സിനർജിക്ക് എനർജി ആണെന്ന് തോന്നുന്നു. 10.27 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ ഹോം ഫസ്റ്റ് 11.21, കരൂർ വൈശ്യ ബാങ്ക് 9.79, AGS വോപ്പക് 8.80 അപ്പായിരുന്നു. സൺ TV 6.20, SBFC 11.64, ഓൺസോഴ്സ് 18.99 ഡൗൺ ആയിരുന്നു. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡൗൺ ആയ സ്റ്റോക്ക്. സെക്ടോറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സെക്ടറൽ ഇൻഡെക്സും കൂടെ നമുക്കൊന്ന് നോക്കാം. സെക്ടറൽ ഇൻഡെക്സ് മെറ്റൽ നല്ല അപ്പായിരുന്നു ഇന്ന്. മെറ്റൽ നിഫ്റ്റി ഓട്ടോ ഡൗൺ ആയിരുന്നു. ബിക്കോസ് അതിനടുത്ത ന്യൂസിൽ പറയാം ഞാൻ, ഇമ്പോർട്ടൻറ്റ് ന്യൂസിൽ. നിഫ്റ്റി ബാങ്ക് അപ്പായിരുന്നു 1.25, ഫിനാൻഷ്യൽ സർവീസ് എല്ലാം അപ്പായിരുന്നു. FMCG ഡൗൺ ആയിരുന്നു 0.60, ഹെൽത്ത് കെയറും ഡൗൺ ആയിരുന്നു. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസും 0.59 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി മെറ്റൽ 3.07 അപ്പായിരുന്നു. ഓക്കെ, ഇന്നത്തെ മെയിൻ ന്യൂസ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ, മദർ ഓഫ് ഓൾ ഡീൽ എന്നാണ് അറിയപ്പെടുന്നത്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് അതൊരു പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. കാരണം വലിയ ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് എടുക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് ട്രേഡ് ഡീൽ ഉണ്ടായിട്ടും വലിയൊരു മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഡിസപ്പോയിന്റിങ് ആണ്. ബട്ട് മാർക്കറ്റ് എന്താണെന്ന് അറിയത്തില്ല. മാർക്കറ്റ് എന്താണ് എക്സ്പെക്ട് ചെയ്തതെന്ന്. മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റിൽ എന്തെങ്കിലും സർപ്രൈസ് അല്ലെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ, അതാണ് മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ ഇത് രണ്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ട്രിഗർ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഷാർപ്പായിട്ട് ഒരു റിവേഴ്സൽ ഉണ്ടാകാനുള്ള ചാൻസ് അത്ര ഉണ്ടെന്ന് എനിക്ക് ഡൗട്ടാണ്. ഓക്കെ, സോ എനിവേ ട്രേഡ് ഡീൽ നല്ലതാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ ആകുമ്പോൾ നമ്മുടെ GDPയുടെ നല്ലൊരു പെർസെൻറ്റേജ് അത് ഇമ്പാക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. സോ അപ്വേർഡ് ഡയറക്ഷനിൽ. സോ നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഇന്ത്യൻ ട്രേഡിങ്ങിന് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.